25 കോട്ടയം നസീർ. നമസ്കാരം. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീറിന്റെ മറ്റൊരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 25 കോട്ടയം നസീർ. ഏതായാലും ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ ഈ വെള്ളിയാഴ്ചകളിലെ 10 തൊട്ട് 11 വരെയുള്ള സമയം ഞങ്ങളുടെ 25 കോട്ടയം നസീറിന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ കാണാം. സമയം കളയാൻ നമുക്ക് ഇക്കാനെ വിളിക്കാം. നസീർക്ക, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നമ്മുടെ ആ കഴിഞ്ഞ എപ്പിസോഡിലെ ഫേസ് ടു ഫേസ് ഇല്ലേ, മജീഷ്യന്റെ, എന്റെ അമ്മോ അത് കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് വിളിച്ചു. നമ്മൾ വിചാരിച്ചത് കോമഡി ആയിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. പക്ഷെ എന്റെ ലാസ്റ്റ് വന്നപ്പോ അത് ഒറിജിനൽ മാജിക് ആയി. അതെങ്ങനെ മാജിക് പിടിച്ചിട്ടുണ്ടോ? അതാണല്ലോ മാജിക് എന്ന് പറയുന്നത്. നമ്മൾ ജനങ്ങളെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കണം അവരെ അറ്റാക്ക് ചെയ്യുന്നത്, അത്ഭുതപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇക്ക് മാജിക് അറിയും? അറിയാവുന്ന എങ്കിൽ ഇപ്പൊ ഒരു മാജിക് കാണിക്കും. അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മാജിക് കാണിക്കാൻ പറ്റുമോ? പിന്നെ ശ്രുതിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാനൊരു മാജിക് കാണിക്കാം. ഒരു കണക്കുകൊണ്ടൊരു മാജിക്കാണ്. ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി ഒരു മട്ടപ്പൂജ്യം എന്ന് തിലകൻ ചേട്ടൻ ഒരു പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കണക്ക് വെച്ചൊരു മാജിക്ക്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ സ്വഭാവങ്ങളുണ്ട് അല്ലേ? സത്യസന്ധരായിരിക്കാം, കള്ളം പറയുന്നവരായിരിക്കാം, ബുദ്ധിയില്ലാത്തവരായിരിക്കാം. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റത്തിലും അവരുടെ ഇതിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ശ്രുതി എന്താണെന്ന്, ശ്രുതിയുടെ ശരിക്കുള്ള ക്യാരക്ടർ എന്താണെന്ന് ഞാൻ ഈ കണക്കിൽ കൂടെ തെളിയിക്കാൻ പോകും. എനിക്ക് പണി കിട്ടി. അല്ല, പിന്നെ ആവശ്യമില്ലാണ്ട് ഉടനെ മാജിക് കാണിക്കാൻ കയറി പറഞ്ഞേക്കരുത്. അപ്പോൾ റെഡി ആണല്ലോ? ഇത് കണക്ക് കൊണ്ടുള്ള മാജിക്കാണ്. കണക്ക് കൂട്ടാൻ അറിയാവോ? എന്റെ കണക്കൂട്ടൽ തെറ്റിക്കോ? ഇല്ല. അപ്പൊ ശ്രുതി, ഇതാണ് നമ്മുടെ മാജിക് ബോർഡ്. നമ്മൾ മാജിക് തുടങ്ങാൻ പോവാണ്. 1 തൊട്ട് 9 വരെ ഡിജിറ്റൽ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് അതിനോട് ചേർന്നിട്ട് ഏതൊക്കെ സ്വഭാവമാണെന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് സസ്പെൻസ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു നമ്പർ ഈ ബോർഡിൽ എഴുതുക. ഇഷ്ടമുള്ള നമ്പർ എഴുതിക്കാം. ഒരു നമ്പർ എഴുതാവുള്ളൂ, ഒറ്റയാക്കവേ. ഇതെന്താ ഇത്? ഇങ്ങനെയാണോ 2 എഴുതുന്നത്? ഇതിന് ഞങ്ങൾ എല്ലെന്നാ പറയുന്നത്. ഒരു ശരി, ഇങ്ങനെയാണ് 2 എങ്കിൽ ഇനി ഈ 2ന്റെ കൂടെ 2നെ 3 കൊണ്ട് ഗുണിക്കുക. അതെ. എത്ര കിട്ടി? അറിയാം. അപ്പൊ ഇനി 6. ഈ 6ന്റെ കൂടെ 3 കൂട്ടുക. 6ന്റെ കൂടെ 3 കൂട്ടണം. എത്രയായി? 7 6 3 9. ഇത്രയൊന്നും ആലോചിക്കണ്ടായിരുന്നു. 9. ഇനി 9നെ 3 കൊണ്ട് വീണ്ടും ഗുണിക്കുക. അങ്ങനെ ഞാൻ വിടില്ല. എത്രയായി? 27. എഴുത്. 27. ഓക്കെ. അപ്പൊ കിട്ടിയിരിക്കുന്ന നമ്മുടെ അക്കം ഇതാണ് അല്ലേ? 27. അപ്പൊ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഉത്തരത്തിലേക്ക് പോവുകയാണ്. എന്താണ് ശ്രുതി ബാല എന്താണെന്ന് നമ്മൾ കാണാൻ പോകുന്നു. ഓക്കെ, റെഡി? അപ്പൊ ഇനി ഈ 7ഉം 2ഉം കൂടെ കൂട്ടുക. 9 എഴുതണോ? പിന്നെ എഴുതണം. അത് എഴുത, അതല്ലേ അതിന്റെ ഭംഗി. 9. ഓക്കെ, 9. അപ്പൊ ഇനി ശ്രുതിയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ആരാണ് ശ്രുതി? നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, നോക്കി 9 എന്താന്ന്. മരമണ്ടി. ഇപ്പൊ മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായല്ലോ. അല്ല, ഞാൻ വേറൊരു നമ്പർ എഴുതട്ടെ. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം. അപ്പം അന്നേരം ഇത് തന്നെ വരൂ. ഇനി ഈ 1 തൊട്ട് 9 വരെയുള്ള ഏത് സംഖ്യ കൂട്ടി ഞാൻ ഈ പറഞ്ഞ പോലെ കൂട്ടിയാലും അവസാനം 9 വരൂ. അതാണ് മാത്തമാറ്റിക്സ്. ഓക്കെ, എന്തായാലും ഈ ഫേസിൽ ആ ചമ്മൽ ഇപ്പോഴും കിടപ്പുണ്ട്, ആ മരമണ്ടിയുടെ. നമുക്കത് മാറ്റിയെടുക്കാം. ഫേസ് ടു ഫേസ് കണ്ടിട്ട് വരാം. അതിലേതെങ്കിലും ഒരു ഫേസ് കാണുമ്പോൾ ഈ ഫേസിലെ ചമ്മൽ മാറും. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീറിന്റെ ഫസ്റ്റ് സെഗ്മെന്റ് ഫേസ് ടു ഫേസ്. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫേസ് ടു ഫേസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഫേസ് ടു ഫേസിൽ എത്തിയിരിക്കുന്നത് കേരളക്കരയെ കിടുകിട വിറപ്പിച്ച, പോലീസുകാരുടെ പേടി സ്വപ്നമായ, ഗുണ്ടകളിൽ ഗുണ്ടയായ ശ്രീ കൊച്ചിൻ ഹൈദ്രോസ് ആണ്. സ്വാഗതം ചെയ്യാം ഹൈദ്രോസിക്കെ. സലാം. സലാം. എങ്ങനെയാണ് ഈ റൗഡിസത്തിലേക്ക് തിരയാനിടയായത്? ജനിച്ച്
ബാപ്പയുടെ കയ്യിലേക്ക് കിട്ടിയപ്പോ തന്നെ ഒറ്റ തൊഴുക്കി 2 പല്ലാണ് തെറിപ്പിച്ച് കളഞ്ഞത്. ബാപ്പയുടെയോ? അല്ലാണ്ട് അപ്പ ജനിച്ച് എനിക്ക് ഇവിടെ പല്ല് പുല്ല്. ഓ, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇക്ക റൗഡിയായിരുന്നു. അങ്ങനെ പഠിക്കുമ്പോ എന്ന് ചോദിച്ചാല് എം.എ. വരെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. 4ാം ക്ലാസ്സും ദാരാസിംഗ്. ദാരാസിംഗോ? അതെ, ദാരാസിംഗ്. എടാ എന്ത് പറഞ്ഞ ഗുസ്തി. ദാരാസിംഗ് അല്ലേ ഈ ഗുസ്തിയുടെ വലിയ ആള്? ഓഹോ, ആ അങ്ങനെ. ആ, അങ്ങനെ 4ാം ക്ലാസ്സും ഗുസ്തി ആയപ്പോ പഠിപ്പ് നിർത്തി. അതെന്ത് പറ്റി? ഒന്നുമില്ല, ജസ്റ്റ് മിസ്സിങ്. കണക്ക് തെറ്റിച്ചതിന് കണക്ക് മാഷ് എന്നെ ചൂരലിന് തല്ലി. അന്ന് വൈകിട്ട് ഞാൻ അങ്ങനെ കണക്കിന് തല്ലി. പക്ഷേ അത് മൂപ്പരാരോടും പറഞ്ഞില്ല. ഹെഡ് മാസ്റ്റർ ഇത് ചോദിക്കാൻ വന്ന് ഞാനവിടെ കാല് തല്ലി ഓടിച്ചു. അതെന്തിനാ കാല് തല്ലി ഓടിച്ചത്? ടീച്ചറിന് പ്രേമലേഖനം കൊടുത്തതിന്. ഹെഡ് മാഷോ? ഹെഡ് മാസ്റ്റർ അല്ലേ ഞാൻ. എന്നിട്ട് കത്ത് ടീച്ചർ വാങ്ങിച്ചോ? ആദ്യം വാങ്ങിച്ചില്ല, പിന്നെ കത്തി കാണിച്ച് പേടിപ്പിച്ച് മേടിപ്പിച്ച്. അപ്പൊ തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇക്കയോ? എന്നെയല്ല, ടീച്ചറെ. എന്നെ പുറത്താക്കാൻ പറ്റില്ലല്ലോ, കത്തി കയ്യിലിരിക്കല്ലേ. പിന്നെ ഒരു വാണിംഗ് തന്നു. എന്ത് വാണിംഗ്? അച്ഛനെ കൊണ്ട് വന്ന ക്ലാസ്സിലിരുത്താന്ന്. ആഹാ, എന്നിട്ട്? ഞാൻ അച്ഛനെ കൊണ്ട് വന്ന് അപ്പൊ തന്നെ എന്നെ പിടിച്ച് ക്ലാസ്സിൽ പുറത്താക്കി. ചേടാ അതെന്തിനാ? അച്ഛനെയും കൊണ്ട് വന്ന അകത്ത് കയറ്റാന്നല്ലേ പറഞ്ഞത്? എടാ പന്നി, ഹെഡ് മാഷിന്റെ 90 വയസ്സായി തളർന്നു കിടക്കുന്ന അച്ഛനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന പിന്നെ പുറത്താക്കില്ലേ? അത് ശരി, ഹെഡ് മാഷിന്റെ അച്ഛനെയും കൊണ്ടാണോ വന്നത്? അതെ, ദോഷം പറയരുതല്ലോ. ആ പന്നക്കളവൻ അവിടെ കിടന്ന് എന്നെ മയ്യത്തായി. ഞാൻ പുറത്തുപോയി. ഇക്കയുടെ കുടുംബത്തില് ആരെങ്കിലും ഈ ഗുണ്ടാ ഫീൽഡിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നോന്ന്? എടാ എന്റെ ബാപ്പയുണ്ടല്ല, ഭയങ്കര അഭ്യാസമായിരുന്നു. ബാപ്പ ആരോടെങ്കിലും അംഗം കുറിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ 41 ദിവസം വ്രതമെടുത്ത് അറയ്ക്കകത്ത് കയറി വാതിലടക്കി. ഓ, ഈ 41 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ പിന്നെ ഭയങ്കര അംഗമായിരിക്കും അല്ലേ? വാതിൽ തുറന്ന് ഉമ്മാനോട് ചോദിക്കും അവരംഗത്തിന് വന്നോന്ന്. വന്നെന്നെങ്ങാനും പറഞ്ഞാൽ വീണ്ടും 41 ദിവസം വ്രതമെടുത്ത് അറയ്ക്കകത്ത് കയറിയിരിക്കും. അങ്ങനെ അവര് വരാണ്ടാകുന്നത് വരെ ബാപ്പ അറയ്ക്കകത്ത് തന്നെ ഇരിക്കും. അതാണ് അറയ്ക്കകത്ത് അബൂബക്കർ, എന്റെ ബാപ്പ. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് പേടിച്ചൊളിച്ച് താമസിക്കുക എന്നാ. അത് വേണ്ട, അങ്ങനത്തെ കളി വേണ്ട. നിനക്ക് എന്റെ ഉപ്പുപ്പാനെ അറിയോ? എന്റെ ഉപ്പുപ്പാന്റെ പേര് കേട്ടാല് ഈ നാട് വിറയ്ക്കുമായിരുന്നു. എന്താ ഉപ്പുപ്പാന്റെ പേര്? ഇപ്പൊ വിറയ്ക്കണ്ട, പേര് കേട്ടിട്ട് വിറച്ചാ മതി. 8 അടി മമ്മൂജി. ഈ 8 അടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പൊക്കമാണോ? പൊക്കം 4 അടിയേ ഉള്ളൂ, കൊള്ളൻ. പിന്നെ 8 അടി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞത്? അത് ഉപ്പുപ്പ ഒരാളെ അടിച്ചാൽ 8 അടി വെക്കുന്നതിന് മുമ്പ് താഴെ വീഴും. ആര്? അടി കൊണ്ടാളോ? അല്ലല്ലേ, ഉപ്പുപ്പ. ചിലപ്പോ 7 അടി തന്നെ വീഴാറുണ്ട്. അപ്പൊ ഈ പറയുന്നതല്ലാതെ ധൈര്യമൊന്നും ഇല്ലല്ലേ? ആര് പറഞ്ഞു? ഡാ, നീ മുംബൈ എന്ന് കേട്ടിട്ടുണ്ടോ? പഴയ ബംബൈ. അവിടുത്തെ ധാരാവിയിലെ ഒരു ചേരി, സ്ലംസ്, കള്ളന്മാരും പിടിച്ചുപറിക്കാരും വേശികളും അരങ്ങ് വാഴുന്ന ആ ചേരിന്ന് ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ആരെ? എന്നെ. അല്ലാതെ ഒറ്റയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലേ, തല്ലി തോപ്പിച്ചുകളയും. ഇക്ക എപ്പോഴെങ്കിലും പോലീസ് പൊക്കിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം. പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയതും പാറാവുന്ന പോലീസുകാർ എന്നോടെന്തോ പറഞ്ഞ് എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനും തിരിച്ചു പറഞ്ഞു. പിന്നെ വാരിയെടുത്ത് തലക്കലായിരുന്നു. ആരെ? പോലീസുകാരനെയോ? അല്ല, എന്നെ. ഇക്കാക്ക് അപ്പൊ തന്നെ കളരി എടുക്കാമായിരുന്നില്ലേ? പിന്നെ സ്വസ്ഥമായിട്ടൊന്ന് ശ്വാസം എടുക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് കളരി. പോലീസിനെ നമ്മളൊന്നും പറയാൻ പാടില്ല, അവരെ നമ്മൾ ബഹുമാനിക്കണം. അതിനുശേഷം ഒറ്റ പോലീസുകാരനെ കണ്ടാല് ഞാൻ മൈൻഡ് ചെയ്യാറില്ല, എനിക്ക് കലിയാണ്. അല്ലിക്ക, സാധാരണ ഈ ഗുണ്ടകളൊക്കെ മാർക്കറ്റിലും റോഡിലും കിടന്നാണല്ലോ തല്ലുണ്ടാക്കുന്നത്. ഇക്ക അങ്ങനെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? സില്ലി ക്വസ്റ്റ്യൻസ്. കീരിക്കാടൻ ജോസ് എന്ന് കേട്ടിട്ടുണ്ടോ? കീരിക്കാടൻ ജോസ് ഏട്ടനോ? എന്താടാ ജോസ് എന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയോ? എനിക്കൊരുത്തരം പേടിയില്ല. ഈ കൊച്ചിൻ ഹൈദ്രോസിന്റെ പേര് കേട്ടാല് കീരിക്കാടൻ ജോസ് ഉണ്ടല്ല, അവൻ മുണ്ടിനിടെ കൂടെ പെടുക്കും. ആ മൂത്രം കോരിയെടുത്ത് ഇടുക്കി ഡാമിൽ കൊണ്ട് ഒഴിച്ചാൽ മതി, കേരളത്തിലെ പവർ കട്ട് മാറും. അറിയാവടാ? ശരിക്കും ഇക്ക ജോസ് ഏട്ടനോട് അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോന്ന്? എടാ, ജോസ് ഇങ്ങനെ കാലും കയറ്റി വെച്ചിരിക്കുക. എനിക്കായിരിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, കാലെടുത്ത് മാത്രം പന്തിയത്. അതിന് പുള്ളിയുടെ കാലുമേ കയറ്റി വെച്ചിരിക്കുന്നതിന് ഇക്കാക്ക് എന്താ കുഴപ്പം? അവന്റെ കാലാണെ കുഴപ്പമില്ലായിരുന്നു. ഇത് അവന്റെ ആ മന്ദക്കാല് എന്റെ കാലുമേ കയറ്റി വെച്ചല്ലേ ഇരിപ്പ്. എന്നിട്ടെന്താ? ഫസ്റ്റ് കൈ പിടിച്ച് തിരിച്ചൊടിച്ചു കളഞ്ഞു. പിന്നെ 2 വിരൽ അണ്ണാക്കിലോട്ട് ഇട്ടിട്ട് കൊറവള്ളി പിടിച്ചു പറിച്ച്. പിന്നെ 2 കണ്ണ് കുത്തിപ്പറിച്ച് മുഖം പിടിച്ച് റോഡിലിട്ടിങ്ങനെ ഉരച്ച്. എന്നിട്ടൊടുവില് നടുവിനിട്ട് ചവിട്ടി ഡിസ്കം കളഞ്ഞു. ഒരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അയാൾ നീ എത്ര ക്രൂരനാണെങ്കിലും ശരി, ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. ഇത് നീ എന്നോടല്ല, ആ പന്നിയോടാണ് പറയേണ്ടത്. 3 മാസം ഹോസ്പിറ്റലായിരുന്നു ഞാൻ.
ഇക്ക ഒരു ഗുണ്ടയോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാ ചോദിക്കണ്ട. അയ്യോ അങ്ങനല്ല, ചോദിക്കാതിരിക്കാനും പറ്റില്ല. എന്നാ ചോദിക്ക്. വല്ല കൊട്ടേഷനാണോ? കൊട്ടേഷനൊന്നുമല്ല, കുറച്ച് കുസൃതി ചോദ്യങ്ങളാ. ചോദിച്ചോട്ടെ? ചോദിക്കാൻ വരട്ടെ. ഇവിടെ വരുന്ന എല്ലാവരോടും സാധാരണ നീയാണല്ലോ കുസൃതി ചോദ്യം ചോദിക്കാറ്. ഇന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അങ്ങനെ നീ മാത്രം എടുക്കാനാവണ്ട. ഓ, ചോദ്യം ഫസ്റ്റ്. ഒരാനയുടെ മുന്നിൽ 3 ആപ്പിളുണ്ട്. 2 ആപ്പിൾ ആന തിന്ന്, ഒരെണ്ണം തിന്നില്ല. എന്താ കാരണം? അത് അറിയില്ല. അറിയില്ല? എടാ, ആപ്പിള് പ്ലാസ്റ്റിക് ആയിരുന്നു. മണ്ടൻ. ഇനി അടുത്ത ചോദ്യം. ഒരാനയുടെ മുന്നിൽ 3 ആപ്പിളുണ്ട്. 3 ആപ്പിൾ ആന തിന്നില്ല. എന്താ കാരണം? അത് ആ ആപ്പിളെല്ലാം പ്ലാസ്റ്റിക് ആയിരുന്നു. പിന്നെ തെറ്റി. എടാ, ഇത്തവണ ആനയായിരുന്നു പ്ലാസ്റ്റിക്. തമ്മിപ്പോയി. ഇനി അടുത്തത്. ഒറിജിനൽ ആന, ഒറിജിനൽ ആപ്പിൾ. എന്നിട്ടും ആന ആപ്പിൾ തിന്നില്ല. എന്താ കാരണം? അത് ചിലപ്പോ വിശപ്പില്ലാഞ്ഞിട്ടായിരിക്കും. തെറ്റി. എടാ, ആനയുള്ളത് ഡിസ്കവറി ചാനലിലും ആപ്പിള് ടിവിയുടെ മുന്നിലും. പിന്നെങ്ങനെ തിന്നും? ഇനിയുണ്ട്. ആന ആപ്പിളും ടി വി തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആന ആപ്പിൾ തിന്നില്ല. എന്താ കാരണം? ഇല്ല, അറിയില്ല. രണ്ടും 2 ചാനലിലായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ ഇതിന് ഉത്തരം പറയാൻ പറ്റുമോ നോക്ക്. ആനയും ആപ്പിൾ ഒരേ ചാനലിൽ, എന്നിട്ടും തിന്നുന്നത് കണ്ടില്ല. എന്താ കാരണം? അറിയില്ല. ടി വി ഓഫായിരുന്നു. ഈ മണ്ടനൊന്നും അറിയില്ല. അല്ലിക്ക, ഈ ആന ആപ്പിളും അല്ലാതെ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലേ? ഉണ്ട്, വേറെ ഉണ്ട്. ആനേന്റെ ഉറുമ്പിന്റെ ഉണ്ട്. ചോദിക്കട്ടെ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട. ഇക്ക ഇത്ര നേരം ചോദ്യങ്ങൾ ചോദിച്ചില്ലേ, ഇനി ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ചോദിക്ക്. ഇക്കാന്റെ കയ്യിൽ 3 കേക്കുണ്ട്. ഒരു സുഹൃത്ത് ഒരു കേക്ക് ചോദിച്ചു. അപ്പോ ഇക്കയുടെ കയ്യിൽ ബാക്കി എത്ര കേക്ക് ഉണ്ടാവും? 3 കേക്ക്. അതെങ്ങനെ? അവൻ ചോദിച്ചല്ലേ ഉള്ളൂ, ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. ശരി, ആ ആള് ഇക്കയുടെ കയ്യിൽ നിന്ന് ഒരു കേക്ക് പിടിച്ചു വാങ്ങി. അപ്പോ ഇക്കയുടെ കയ്യിൽ എത്ര കേക്ക് ഉണ്ടാവും? 3 കേക്കും അവന്റെ മയ്യത്തും. അല്ല പിന്നെ, ഹൈദ്രോസിന്റെ അടുത്ത് അവന്റെ കളി. ഇക്ക, ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ? പേഴ്സണലായിട്ട് ചോദിക്കാൻ നീയാണടാ ലാലു ലക്സോ? ഓപ്പണായിട്ട് ചോദിക്ക്. ഇക്ക വീശാറുണ്ടോ? ഇല്ല, ചൂണ്ടയിടാൻ പോകാറുണ്ട്. വീശാൻ പോണത് എളയപ്പയാ. അയ്യോ, ആ വീശലല്ല, വീശാറുണ്ടോന്ന്. മറ്റേത്. ഓ, അത് മദ്യം. ഇടക്കിടക്ക്. അതെ, മദ്യം കഴിക്കാൻ പാടില്ല. അതെ അതെ, ഒരു പാടുമില്ല. ടച്ചിങ്സ് ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ കഴിക്കാം. അതല്ല, മദ്യപിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. ആര് പറഞ്ഞു? എന്നാ കേട്ടോ, മദ്യം കൊണ്ട് ചില സമയത്ത് ചില ഗുണങ്ങളും ഉണ്ട്. എന്തു ഗുണം? ഒരു ദിവസം ഞാൻ ചൂണ്ടയിടാൻ വേണ്ടി പുഴക്കരയിലിരിക്കുക. ചൂണ്ട കയ്യിലെടുത്തപ്പോഴാണ് മനസ്സിലായത് അതിലിടെ ഇരയില്ലെന്ന്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു പാമ്പ് ഒരു ഞാഞ്ഞൂലിനെ കടിച്ചു പിടിച്ച് വരുന്നു. ഞാൻ ആ പാമ്പിൻ്റെ വായിൽ നിന്ന് പതുക്കെ ഞാഞ്ഞൂലിനെ എടുത്തിട്ട് പാമ്പിൻ്റെ വായിൽ കുറച്ച് റമ്മൊഴിച്ച് കൊടുത്ത്. പാമ്പ് അതിന് പാട്ടിൽ പോയി. അങ്ങനെ ഞാൻ ചൂണ്ടയിട്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നാരോ ഷൂ ഷൂ എന്ന് വിളിക്കുന്നു. ഞാൻ നോക്കിപ്പാരാ, നേരത്തെ പോയ പാമ്പ് വായിൽ 3-4 ഞാഞ്ഞൂലിനെ പിടിച്ചിട്ട് വന്നിരിക്കുക. എന്നിട്ട് വിനീതനായിട്ടിങ്ങനെ നിൽക്കുന്നു. എന്തിന്? റമ്മ് കൊടുക്കാൻ. എന്നിട്ടെന്താ, ഞാൻ അതിൻ്റെ വായിൽ 3 പെഗ് റമ്മൊഴിച്ച് കൊടുത്ത് 3 ഞാനും അടിച്ചു. എന്നിട്ട് ആ പാമ്പ് പോയോ? ആ പാമ്പും പാമ്പായി, ഞാനും പാമ്പായി. എന്തു പറ്റിയേക്ക? ഒരു കൊതുക് കുറെ നേരമായി കുത്തുന്നു. വയ്ക്കോ, എവിടെങ്കിലും പോയി ജീവിക്കും. എന്നിട്ടെന്താ അതിനെ കൊല്ലാവിട്ടത്? എങ്ങനെ കൊല്ലിച്ചാൻ? ഒന്നുമില്ലേലും അവനത് ചോരയല്ലടാ. എന്തായാലും ഇന്നത്തെ ഈ ഫേസ് ടു ഫേസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇക്ക, ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊന്ന് വിളിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയും വരാമെന്ന് സമ്മതിക്കുകയും ഇവിടെ വരികയും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. നന്ദി നിന്റെ കയ്യിലിരിക്കട്ടെ. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന് കരുതിയ. പിന്നെ എടാ, ഇതൊരു കൊട്ടേഷനാണ്. കൊട്ടേഷനോ? എന്ത് കൊട്ടേഷൻ? കുറച്ച് എപ്പിസോഡുകളായിട്ട് നീ ഞങ്ങളുടെ നേതാക്കന്മാരെ ഇവിടെ ഇരുത്തി കളിയാക്കുന്നുണ്ടല്ലോ ഈ ഫേസ് ടു ഫേസിൽ. അതിന് അവര് തന്ന കൊട്ടേഷൻ. വന്നിട്ടാ എടാ ക്യാമറമാനെ, അതിന് മുമ്പിൽ ഒരു സാധനം ഇട്ടെ, തടസ്സം എന്ന് പറഞ്ഞിട്ട് ഇട്ടോ. കിട്ടാനുള്ളത് കിട്ടിയത് കൊണ്ടും അദ്ദേഹം തല്ല് നിർത്തിയത് കൊണ്ടും ഈ പരിപാടിയുടെ സമയം തീർന്നത് കൊണ്ടും എനിക്കിനിയും ഫേസ് ടു ഫേസിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടും തൽക്കാലം നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീറിൽ ഇനി ഒരു ചെറിയ ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. നിങ്ങൾ ജനിച്ച വർഷം ഏതാണ്? ശരിക്കും 1947 അതിനുള്ള ശ്രമം വളരെ മുമ്പേ തുടങ്ങിയിരുന്നു. അല്ല, എനിക്കങ്ങോട്ട് വരാമോ? ഞാൻ വരാൻ കുറച്ച് വൈകി. അല്ല, കുറച്ച് നേരത്തെയാ. 25 കോട്ടയം നസീർ. വെൽക്കം ബാക്ക് ടു ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ. ഇക്ക, നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ആരാണ്?
മലയാള സിനിമയിൽ നിരവധി കഥാപാത്രങ്ങൾ അഭിനയിച്ച ഒരു സുന്ദരനായ വില്ലൻ. കിരൺ രാജ്. അപ്പൊ ഇനി ഞാൻ എന്ത് പറയും? കിരൺ രാജ് എന്ന് പറഞ്ഞാൽ പേര് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം കിരൺ രാജ്. ഓ എൻ്റെ ദൈവമേ, ഇതിനാ പറയുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ ദൈവം അപ്പം അടി തരുമെന്ന്. അതായത് കിരൺ വരുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു. അതായത് ഇത് ഞാനും ഇത് ശ്രുതിയും. കിരൺ വന്നപ്പോൾ അതാ ഇങ്ങനെയായി. ഇത് ഞാനും ഇത് കിരൺ. അത്രയും വ്യത്യാസമായി. അപ്പൊ ഞാനോ? അല്ല, അത് പറയേണ്ട കാര്യമില്ല. അത് നമുക്ക് നമ്മുടെ കണക്കിലില്ല കേട്ടോ. കിരണ ഞാൻ ആദ്യമായിട്ട് നമ്മൾ സിനിമയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് ലൊക്കേഷനിലൊക്കെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് കാണുമ്പോഴത്തേക്കിന് എൻ്റെ വിചാരം ഇയാൾ ഏതോ ബോംബെന്ന് ബോളിവുഡിൽ നിന്ന് ഇറക്കിയ സാധനമാണെന്നാണ്. കാര്യം ഇവിടം വരെ ഒരു മുടിയൊക്കെ ഇട്ടിട്ട് മിക്ക സിനിമകളിലും കാണുന്നത് എങ്ങനെയാണ്, ബോംബെ ഇറക്കുമതി ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ കിരൺ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും കിരണിൻ്റെ അടുത്ത് ഒന്ന് അടുക്കാൻ മടിച്ചിരുന്നു. ഇനി നമ്മൾ ഹിന്ദിക്കാരനായിട്ട് നമ്മുടെ വിവരദോഷം എന്തിനാ അയാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കിരണോട് പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് മലയാളിയാണെന്ന്. മലയാളം പോലും മര്യാദയ്ക്ക് പറയത്തില്ലെന്ന്. അങ്ങനെയല്ല, മലയാളം നന്നായിട്ട് പറയുന്നു. എന്തിനാ മുടി മുറിച്ചു കളഞ്ഞ്? മുടി മുറിക്കാൻ പൈസ കിട്ടിയപ്പം മുടി മുറിച്ചാൽ പൈസ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ മുടി മുറിച്ചു. അതല്ലേ ഉദ്ദേശിച്ചത്. മുടി വെട്ടാൻ പൈസ കിട്ടിയപ്പോൾ അങ്ങനെ കടയിൽ കൊടുക്കാൻ പൈസ കിട്ടും. അങ്ങനെ കിട്ടി. പക്ഷെ ആ മുടി ഉള്ളതായിരുന്നു കിരൺ ഒരു അല്ല ഒരു എന്താ പ്രശ്നം വെച്ചാല് ആ മുടി വെച്ച് നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പോലീസ് വേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരുപാട് പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയക്കാരനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മുടി ഒരു ബുദ്ധിമുട്ടായിരുന്നു. എപ്പോൾ നോക്കിയാലും നമ്മുടെ സൂപ്പർ താരങ്ങളുടെ ഏത് സിനിമകൾ എടുത്തു നോക്കിയാലും ലാലേട്ടന്റെ ഒക്കെ ഒരുപാട് സിനിമകളിൽ കിരൺ ഒരു നിറ സാന്നിധ്യമാണ്. അങ്ങനെ ഭാഗ്യം ഉണ്ടായി അല്ലേ? എല്ലാ സൂപ്പർ സ്റ്റാർസിനോട് കുറെ പടം ചെയ്യാൻ പറ്റി. എന്നോട് ശ്രുതി കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞു കിരൺ രാജാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിരൺ രാജിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് എന്നോട് ഇന്ന് വരെ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അപ്പൊ എന്താണ് ചോദിക്കാനുള്ളത് ശ്രുതി? ചെയ്യട്ടെ, ഒന്നും തോന്നില്ലേ? ഇല്ല. അതല്ല, ഇത്രയും കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ടേ. അല്ല, എന്ത് വില്ലൻ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യുന്നത്? ഞാൻ എന്നെ കൂടുതൽ വിളിക്കുന്നത് വില്ലൻ ക്യാരക്ടേഴ്സിനാണ്. ക്യാരക്ടറുകളും ചെയ്യാറുണ്ട്. പിന്നെ ഹീറോ ചെയ്യാൻ എനിക്ക് പറ്റിയ കഥ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാ പറയണത്. അതുകൊണ്ടാണ് നായകനാണ്. മലയാള സിനിമയിൽ ഇത്രയും കഥകൾ ഇറങ്ങിയിട്ട് കഥകൾ ഉണ്ടായില്ല എനിക്ക് പറ്റിയ. ഇത് പലപ്പോഴും എന്നോട് പറയുന്നില്ല. ഞാൻ പല നമ്മുടെ സംവിധായകരോടോ അല്ലെങ്കിൽ എഴുത്തുകാരോടൊക്കെ പറയും നമുക്ക് ആ സിനിമ വേഷം ഉണ്ടെന്ന് ചോദിക്കും, പറയും അത് വേറൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റിയ വേഷമില്ലെന്ന്. ആ വേഷം ഏതാന്ന് തപ്പി നടക്കും. എനിക്ക് പറ്റിയ വേഷം ഏതാണ്? എന്തായാലും ആ സിനിമയിൽ ഹീറോ ആയിരിക്കില്ല. കോമഡി ചെയ്യുമ്പോൾ അത് മിക്കവാറും പറയും അമ്പിളിച്ചേട്ടനായിരുന്നപ്പോൾ അമ്പിളിച്ചേട്ടനാണ്, അല്ലെങ്കിൽ ഇന്നസെന്റ് ഏട്ടൻ, അല്ലെങ്കിൽ സുരാജ്, അങ്ങനെ പോകും. വില്ലൻ പറയുമ്പോഴത്തേക്കിന് അതിനും കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണ് എനിക്ക് പറ്റിയ വേഷം? ഞാൻ കഴിഞ്ഞ 18 വർഷമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുക എനിക്ക് പറ്റിയ വേഷം ഏതാണ്. നമ്മളോട് പറയാറുണ്ട്. അവിടെ ഉണ്ട്. ഇപ്പൊ സമാധാനമായി, ഞാൻ ഒറ്റപ്പെട്ട് പോയതല്ലെങ്കിൽ. പിന്നെ കിരണേ, ഞാൻ ഒരു കാര്യം ഇപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫ്ലവേഴ്സിൽ തന്നെ സ്മാർട്ട് ഷോയിൽ വന്നിരുന്നു. എന്തോരം സാധനങ്ങൾ അടിച്ചെടുത്തോണ്ട് പൊക്കളഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായത് ഇത്രയും വിവരം ഉണ്ടെന്ന്. ഓ, അന്നെങ്കിലും മനസ്സിലായല്ലോ. സ്മാർട്ട് ഷോ തുടങ്ങിയില്ലായിരുന്നു. ആൾക്കാരൊക്കെ വിവരമില്ലാത്ത ആളാന്ന് വിചാരിക്കും. അങ്ങനല്ല, അതിരിക്കട്ടെ. ഇപ്പോ ഏതൊക്കെ സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റിലീസായത് ലൈല ലൈല. ഞാൻ ചെയ്തു കഴിഞ്ഞത് സെലിബ്രേഷൻ എന്നൊരു മൂവിയാണ്. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്തതാണ്. അതായത് കിരൺ ഇന്ന് വന്നതിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പണി വല്ലതാണോ? അതല്ല. കിരൺ തന്നെയാണ് അതിന് ആപ്റ്റ്. ഓക്കെ. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് കുറേ പേര് നിരന്തരം വിളിയും ശല്യങ്ങളുമാണ്. അപ്പം നമ്മൾ അവരെ നോക്കി അങ്ങനെ അത്ര അങ്ങോട്ട് പോരാ. ഇതിനകത്ത് അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളില്ല അവരുടെ. അപ്പോൾ ഞാനായിട്ട് പറയുമ്പോഴത്തേക്കിന് അവർക്കതൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ആവും. ഓക്കെ. കാര്യം അവർ നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. കൊട്ടേഷൻ കൊടുത്താലേ കൊല്ലുക എന്നുള്ളത്. അതെ, എന്ന് പറഞ്ഞ പോലെ ഇതിൽ കൊട്ടേഷൻ അല്ല. അപ്പോൾ അടിവെല്ലാം കൊടുക്കണം. അപ്പോൾ അടിയൊന്നും കൊടുക്കണ്ട. നല്ല വാക്ക് നല്ലൊരു അടിയേക്കാൾ പ്രയോജനം ചെയ്യും. ഈ നിമിഷം മുതൽ എന്ത് തീരുമാനം എടുക്കുവാനുള്ള അവകാശം കിരണിനാണ്. അതായത് ഇവിടെ ആര് വേണം ആര് വേണ്ട എന്നൊക്കെ കിരൺ തീരുമാനിക്കാം. ആണോ? ആ, ഉറപ്പാണ്. പിന്നെ വാക്ക് മാറ്റരുത്. ഒരിക്കലും മാറ്റില്ല. സുധേ, ഇങ്ങനെ പറഞ്ഞോട്ടെ. എന്നെയാ? അത് ശരി. ഇതിപ്പോ എല്ലാ പവറും എനിക്ക് തന്നില്ലേ? നല്ല ആള് തന്നെ. പോയി വിളിച്ചോണ്ടോ? ഇല്ല. അപ്പൊ അറിയാമല്ലോ, ഇത് സ്ട്രോങ് ആയിട്ടൊന്ന് ചോദിച്ചേക്കണം. നമസ്കാരം സാർ. അപ്പൊ തന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ശരി, അറിയാമല്ലോ. അപ്പോൾ സാറ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. സാറാണ് ഇവിടെ ഈ ആൾക്കാർ ആര് വേണം, ആർട്ടിസ്റ്റുകൾ വേണം എന്നൊക്കെ തീരുമാനം എടുക്കുന്നതിൻ്റെ ഒരു ഹെഡ് സാറാണ്. അപ്പോൾ സാറ് ചോദിച്ചതിന് കൃത്യമായിട്ട് താങ്കൾ ഉത്തരം പറഞ്ഞാൽ മതി. പറയാണല്ലോ. അപ്പോൾ ചോദിച്ചു. 3 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. ശരി. കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ നിങ്ങളിവിടെ അപ്പോയിന്റ് ചെയ്യും. 3 ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം?
1947. 1947 ആണെങ്കിലും അതിനുള്ള ശ്രമം നേരത്തെ തുടങ്ങിയിരുന്നു. കൊള്ളാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരി. ഈ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി മുൻകൈയെടുത്ത വ്യക്തി ആരാണ്? അതങ്ങനെ ഒരാളുടെ പേര് മാത്രം പറയണത് ശരിയല്ല സാർ. ഒരുപാട് പേര് അതിനുവേണ്ടി അധ്വാനിക്കുകയും വേർപ്പൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ. നമ്മുടെ രാജ്യത്ത് അഴിമതി ഉണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സാർ. അതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചിട്ട് അവർ പറയുന്നൊരു അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ബ്രില്യന്റ്, കൊള്ളാം. ഓക്കെ അല്ലേ? You are appointed. ഞാൻ അപ്പോയിന്റ് ആയോ? പിന്നെ ഒരു കാര്യം, നമ്മളിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ പുറത്ത് പറയരുത്, പുറത്ത് പറയരുത്. വേറെ ആരോടും പറയാൻ പാടില്ല. അതായത് ആ ചോദ്യം തന്നെയാണോ അപ്പൊ അവരോടൊക്കെ ചോദിക്കണേ? ഈ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ അവരോട് ചോദിക്കാം. ചോദിക്കാം. ഓ ശരി. അപ്പൊ നിങ്ങൾ പോയി ചോദ്യങ്ങളെ പറയാം. ഇല്ല ഞാൻ പറയില്ല കേട്ടോ? ഞാൻ ചോദ്യങ്ങൾ എന്തായാലും പറയില്ലേ. ശരി സാർ, താങ്ക് യു. ആയിക്കോട്ടെ. താങ്ക് യു. ഓക്കെ. മാള് പുലിയാട്ടാ, കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? എന്റെ കാര്യം ഓക്കെ. നീ ഓക്കെയാ? പിന്നെ എന്തൊക്കെ കാണിച്ചു നീ? എന്ത് കാണിക്കാൻ? മിമിക്രി കാണിച്ചില്ലേ? എടാ എന്നെ കൊണ്ട് മിമിക്രി ഒന്നും കാണിച്ചില്ല. പിന്നെ 3 ചോദ്യം ചോദിച്ചു. 3 ചോദ്യത്തിന് മണിയൊരു ഉത്തരം പറഞ്ഞു എന്നെ ഓക്കെ ആക്കി. എന്തൊക്കെ ചോദ്യം ചോദിച്ചേ? ചോദ്യം എടാ അത് അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചോദ്യം പുറത്ത് ഒരാളോടും പറയരുതെന്ന്. സോറിയാ. ചോദ്യം പറയണ്ട, ഉത്തരം പറഞ്ഞിട്ട് പോന്നാ. അല്ല ഉത്തരം അത് ശരിയാണ്. ഉത്തരം പറഞ്ഞാൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഉത്തരം ഇതാണ് സംഭവം. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം 1947. പക്ഷേ അതിനുള്ള ശ്രമം നേരത്തെ തുടങ്ങിയിരുന്നു. 1947. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരാളുടെ പേര് മാത്രം പറയുന്നത് ശരിയല്ല. ഒരുപാട് പേര് അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ട്, വേർപ്പൊഴിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അതിനിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ട് അതിനൊരു ഉത്തരം കിട്ടിയതിനു ശേഷം ഉത്തരം പറയാം. അപ്പൊ നീ ആയി നിന്റെ പാടെ നീ എന്തിരിക്കും. താങ്ക്സ്. നെക്സ്റ്റ്. നമസ്കാരം. കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അറിയാം. അപ്പോ നിങ്ങൾ ഇവിടെ ഇന്നാവണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സാറാണ്. അറിയാം. സാർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അറിയാം. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ജനിച്ച വർഷം ഏതാണ്? ശരിക്കും 1947 ആണെങ്കിലും അതിനുള്ള ശ്രമം വളരെ മുമ്പേ തുടങ്ങിയിരുന്നു. രണ്ടാമത്തെ ചോദ്യം, താങ്കളുടെ അച്ഛന്റെ പേര്? അതങ്ങനെ ഒരാളുടെ പേരായിട്ട് പറയുന്നത് ശരിയല്ല സാർ. അത് ഒരുപാട് പേരുടെ ശ്രമവും അധ്വാനത്തിന്റെയും വിയർപ്പൊഴുക്കിയതിന്റെയും ഫലമായിട്ടുണ്ടായതാണ്. അതങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞത് ശരിയല്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കിത് ഭ്രാന്താണോ? അയ്യോ, അതിനെപ്പറ്റി ഇപ്പം പറയാൻ പറ്റില്ല സാർ. അതിനൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അവരന്വേഷിക്കട്ടെ, അട്ടാ അതിന്റെ റിപ്പോർട്ട് തരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. പിന്നെ കാണാം. ബെസ്റ്റ്. ഇവിടെയൊക്കെ അപ്പോയിന്റ് ചെയ്ത് എന്താ അവസ്ഥ? ഇപ്പൊ മനസ്സിലായല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിരണിനെ പോലെ ഒരാൾ വേണം ഇവരെ മാനേജ് ചെയ്യാൻ. ഇവിടെ ഓൾറെഡി ഒരാളുണ്ടല്ലോ സഹിക്കാൻ പറ്റാത്ത ഒരു ബട്ടൺ. എല്ലാവരും വേറെ ആവശ്യമില്ല. അത് ശരി. ഇപ്പൊ കൗണ്ടറൊക്കെ അടിക്കാൻ പഠിച്ചു. നിങ്ങളെ കൂടെ വന്നപ്പോൾ പഠിച്ചതാ. അപ്പോ ചിലപ്പോ ഇതൊരു മാറ്റമായിരിക്കും. വില്ലനിൽ നിന്നും കൊമേഡിയനിലേക്കുള്ള ഒരു ചേഞ്ച് നമ്മുടെ ബാബുരാജേട്ടൊക്കെ കണ്ടിട്ട് അല്ലേ കോമഡി വിളിച്ചാൽ രക്ഷപ്പെട്ടു. കോമഡിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്, ഒരുപാട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ചില സിനിമയിലെ ചില സീൻസ് നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല എന്ന് പറയും. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നമുക്ക് അതിൻ്റെ ഒരു ക്രേസ് കൂടത്തേയുള്ളൂ, കുറയില്ല. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്, സിനിമയിലെ സീനും ഉണ്ട്. കിരൺ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമയിലെ സീൻ ഏതാണ്? ഒരുപാട് സിനിമകളും സീൻസും ഉണ്ട്. പക്ഷേ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലെ ലാലേട്ട ഗൂർക്കയായിട്ട് അഭ്യാസം അല്ലേ, ഹേ ഹൈ ഹോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. നമുക്ക് ആ സീൻ ഒന്ന് കണ്ടാലോ? ഇവിടെ ഇതൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ പല അഭ്യാസങ്ങളും കാണിക്കും, മിമിക്രി കൊണ്ടുള്ള പല അഭ്യാസങ്ങളും. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നു ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്. ഗുഡ് മോർണിംഗ്. ഒടുവിൽ കമ്മിറ്റി ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കുക. കോളനിയിലെ കാര്യങ്ങളെ പറ്റി മിസ്റ്റർ മാധവൻ അറിയാലോ. ഐഡിയ മുന്നോട്ട് വെച്ചത് ഞാൻ തന്നെയാ. 10 രൂപ വെച്ച് മിസ്റ്റർ മാധവനും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. എന്തിന്? ശമ്പളം കൊടുക്കാനാ. ആർക്ക്? കോളനി കാവലിന് ഒരു ഗൂർക്കയെ നിർത്തണം എന്നുള്ള എന്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്. കാവലോ? അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. കൂടുതൽ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നല്ലതല്ലയോ? എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ 10 രൂപ പ്രശ്നത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കിയേക്ക്. ബുദ്ധിമുട്ടാണ്. മാസത്തിൽ വെറും 10 രൂപ കൊടുത്തുറായോ? അതുകൊണ്ട് പ്രയോജനം എന്തെങ്കിലും വേണ്ടേ? ഈ കാവലിൽ നിന്ന് എന്റെ ഓഫീസ് അവോയ്ഡ് ചെയ്തേക്ക്. മിസ്റ്റർ മാധവൻ, അങ്ങനെ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയാവത്തില്ല. 50 വീട്ടുകാർ ചേർന്ന് 500 രൂപ ഗൂർക്കയ്ക്ക് കൊടുക്കാനാണ് തീരുമാനം. അതിലും കുറച്ച് ശമ്പളത്തിന് നല്ലൊരു ഗൂർക്കയെ ഇക്കാലത്ത് എവിടുന്ന് കിട്ടാനാ? ഗൂർക്കകളായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഈ 500 രൂപയുടെ ഗൂർക്കയെ കിട്ടിയോ? ഇപ്പൊ പഴയതുപോലെയല്ല. ഗൂർക്കകൾക്കൊക്കെ വലിയ ക്ഷാമം. പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക. അപ്പോ മിസ്റ്റർ മാധവൻ സഹകരിക്കില്ലേ? ഇല്ല. ഞാൻ ഈ കോളനിയിലെ താമസക്കാരനല്ലല്ലോ.
അത് വേണ്ട, അത് ശരിയാവില്ല. പുറത്ത് ബോർഡ് കണ്ടാ തോന്നില്ല ആത്രത്തിന് വലിയ ദാരിദ്ര്യം ഉണ്ടെന്ന്. ഇവിടെ കുറച്ച് ദാരിദ്ര്യമുണ്ട്. കൂർക്ക ഈ സ്ത്രീയുടെ തലക്കൊന്നും താറാറില്ലല്ലേ? ചേച്ചി ഇനി അകത്തോട്ട് പോരും. ഇനി അങ്ങനെ ചീത്തവിളിയാക്കണ്ട. ഏയ് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അയാളെ ഒന്ന് ഉപദേശിച്ചാൽ എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഏയ് I saw nothing, not even a ray of hope, not even a ray of hope. പ്രൊഫസർ സാർ, ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങയെ ഉപദേശിക്കാൻ പോവാണ്. മദ്യം വിഷമാണ്. മദ്യപാനികൾ ഈ സമൂഹത്തോട് ഇയാളൊന്ന് നേരത്തെ ഫിറ്റായോ? സംസ്കാരമില്ലാത്ത മനുഷ്യൻ ഏതോർക്കെ പ്രേമിച്ചെന്നും പറഞ്ഞ ഈ പരാക്രമം. ഇവനെയൊക്കെ പറ്റിച്ചുകൊണ്ട് ആ പെണ്ണ് ഓടിപ്പോയതിൽ എന്താ തെറ്റ്? ചേച്ചി ഓഫീസിൽ വന്നപ്പോ ഞാൻ സ്വല്പം മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയായിരുന്നു. ഗൂർഖക്ക് കൊടുക്കാൻ 10-20 രൂപ ഞാനും തന്നേക്കാം. പക്ഷെ ഒരു ഗൂർഖനെ വേണമെന്നുണ്ടോ? സാധാരണ വാച്ച്മാൻ പോരെ? പറ്റില്ല പറ്റില്ല പറ്റില്ല, ഗൂർഖ തന്നെ വേണം. നല്ല ആരോഗ്യമുള്ള ഒരു മലയാളി പോരെ? എന്താ ചേച്ചിയല്ലേ? ഗൂർഖയായാലേ കള്ളന്മാർക്കൊരു പേടി കാണും. മാത്രമല്ല ഈ ഗൂർഖകൾ കുത്തിയാലും കൊന്നാലും ഒന്നും പോലീസ് കേസെടുക്കത്തില്ല. ആ ഗൂർഖകൾക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. ആര് പറഞ്ഞു? ഗൂർഖയുടെ കത്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഗൂർഖ കത്തി ഉറയുന്നെടുത്താ ആ കത്തി ചോര കാണാതെ തിരിച്ചു വെക്കത്തില്ല. അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനത്തെ ഗൂർഖയൊന്നുമില്ല. വരുമോ നോക്കാലോ. ഗൂർഖ വേണ്ട ചേച്ചി, അതൊന്നും പറ്റില്ല. ഗൂർഖ തന്നെ വേണം. എന്താ അവിടെ ബഹളം? എന്താ? കാട്ടുകുപ്പായാണല്ലോ കേൾക്കുന്നത്. ഇനിയിപ്പോ പോലീസുകാരുടെ ഭ്രാന്ത് പിടിച്ചതാണോ? പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നല്ലേ? ലക്ഷണം കണ്ടിട്ട് ഗൂർഖയാണെന്ന് തോന്നുന്നു. അയ്യോ, ഇത്ര വേഗം ഗൂർഖ എത്തിയോ? മതി 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 മതി, അഭ്യാസം മതിയാക്ക്. भाइयों और बहनों, पत्र द्वारा में एक कॉलोनी को एक गुरखा का आवश्यकता मैंने पढ़ा, इसलिए मैं आ गई. ആർക്കും ഹിന്ദി അറിയില്ല, മൂപ്പര് പറഞ്ഞത് മനസ്സിലായില്ലല്ലേ? പത്രത്തിൽ പരസ്യം കണ്ടനുസരിച്ച് ഇവിടെ ഒരു ഗൂർഖ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. 20 साल के पहले मैं केरल में आ गई. അതുകൊണ്ട് ഗൂർഖയാണെന്ന് തോന്നില്ല. പക്ഷെ ഞാൻ ഗൂർഖയാണ്. 20 साल കൊണ്ട് മലയാളം നന്നായി പഠിച്ചു. രാം സിംഗ് ഭീം സിംഗ് കാ ബേട്ട. ഓക്കെ, ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പകൽ സമയത്ത് ആവശ്യക്കാർക്ക് അരി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതാ ഇങ്ങോട്ട് ഇവിടെ രാത്രിയിലേ ഉറങ്ങരുത്. അതല്ല, ഉറങ്ങാൻ പാടില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിന്റെ പേരെന്താണ്? രാം സിംഗ്. ശ്രീമാൻ രാം സിംഗിനെ നമ്മുടെ കോളനിയിലെ ഗൂർഖയായി ഞാൻ നിയമിച്ചു. भाइयों और बहनों, चोर मचाए शोर, चोर ने पिड़कल हमारा काम है. आज हिंदुस्तान में हमारा गुरखा फैमिली बेहद नहीं, ये निर्देश हम परिगण करेगा. भाइयों और बहनों, एक गरीबी गुरखा से इतना बड़ा प्यार आप लोग दिया. നിങ്ങളുടെ ഈ പ്യാർ ഇനിയും ഇനിയും ചോറുകളെ പിടിക്കാൻ മുझको പ്രചോദനം തരട്ടെ. ജയ് ഹിന്ദ്. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീറിൽ ഇനി ഒരു ചെറിയ ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. എങ്ങനെയുണ്ട് അമ്മാവ എന്റെ പെണ്ണ്? കൊള്ളാം, നല്ല പാറ്റൻ ടാങ്ക് പോലെയുണ്ട്. കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ. താങ്കളുടെ അച്ഛന്റെ പേര്? അതങ്ങനെ ഒരാളുടെ പേരായിട്ട് പറയുന്നത് ശരിയല്ല സാർ. അത് ഒരുപാട് പേരുടെ ശ്രമവും അധ്വാനത്തിന്റെയും വിയർപ്പൊഴുക്കിയതിന്റെ ഫലമായിട്ടുണ്ടായതാണ്. കോട്ടയം നസീർ. വെൽക്കം ബാക്ക് ടു ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ. കിരൺ, എങ്ങനെയുണ്ടായിരുന്നു സീൻ? അടിപൊളി, ശരിക്കും എൻജോയ് ചെയ്തു. ചെയ്തല്ലേ? നമ്മുടെ ലാലേട്ടൻ ആ കാലഘട്ടത്തിലെ ഒരു തമാശയും കളിയും ചിരിയും ആ എനർജിയും, ആ പഴയ ലാലേട്ടൻ്റെ അല്ലേ, ആ കുസൃതിയും കളിയൊക്കെ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, അങ്ങനത്തെ വേഷങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരുപാട് ഓർമ്മകൾ, പഴയ ഓർമ്മകൾ. തീർച്ചയായും. അന്ന് ആ സമയത്ത് ഈ സിനിമ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിലീസ് ചെയ്ത സമയത്ത് കിരൺ എത്ര വയസ്സുണ്ടാവും? എന്തിനാ എന്റെ പ്രായം അറിയാവില്ലേ? ഞാൻ പറയൂല.
അറിയില്ല. ഞാൻ അതിന്റെ അകത്തോടെ മനസ്സിലായി. സ്ഥിരമുള്ള പരിപാടിയാ. കിരണിന്റെ ഒരു ഫിസിക്കലെ കാണുമ്പോൾ സുധി ഒരു മലയാളത്തിന് പറ്റിയ ആളല്ല, അല്ല ഒരു തമിഴ്, നേരത്തെ പറഞ്ഞ ഹിന്ദി, yeah. അതാണ്. എന്താണെന്ന് ട്രൈ ചെയ്തത്? ഇപ്പം മലയാള സിനിമയിൽ അത്യാവശ്യം വേഷം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എല്ലാതാക്കൂ. അതെന്താണ്? അതുകൊണ്ട് തമിഴിൽ പോയാൽ ഞാനല്ല, ഞാൻ തമിഴ് ചെയ്തിട്ടുണ്ട്, 2 ഫിലിം ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം കഴിഞ്ഞിട്ടില്ല. പിന്നെ തെലുങ്ക് മൂവി ചെയ്തിട്ടുണ്ട്. നമ്മളെ മലയാളത്തിലെ സിദ്ദിഖ് സാറിൻ്റെ തന്നെ ഒരു പുള്ളി ഡയറക്ട് ചെയ്ത മൂവിയിൽ. തെലുങ്കോ? തെലുങ്കൊക്കെ എങ്ങനെ പറയും? അയ്യോ ഭയങ്കര ടഫായിരുന്നു. അത് പ്രോമിറ്റിംഗ് ഉണ്ടോ? പ്രോംപ്റ്റിംഗ് ഇല്ലായിരുന്നു, ഞാൻ പഠിച്ചു പറയണം. തെലുങ്കോ? ഒരു 2 വാക്ക് തെലുങ്ക് എന്ന് ആകെ പറയാം. മറന്നുപോയി. അല്ല, കാണാതെ പഠിച്ചെങ്കിൽ പിന്നെ നമുക്കൊന്നും അറിയണമല്ലോ. അക്കടെ അയ്യോ അങ്ങനെ കഷ്ടമായി. അല്ല എനിക്കങ്ങോട്ട് വരാമോ? വരാമോ? ആ, കുറച്ച് നേരമായിട്ട് ഞാൻ പുറത്ത് നിൽക്കായിരുന്നു. ഉത്തരം പറയാതെ രക്ഷപ്പെട്ട ഇല്ലയോ എനിക്ക് പറഞ്ഞിട്ട്. മനസ്സിലായില്ല. ഞാൻ പറയാം, ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാ. മക്കളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നാണോ? അയ്യോ അതിനെനിക്ക് മക്കളില്ല. എന്റെ കല്യാണം ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞതേ ഉള്ളൂ. അല്ല, കല്യാണം ഉച്ചയ്ക്ക് കഴിഞ്ഞ പിന്നെ ഇനി നമ്മൾ എന്തിനാ ക്ഷണിക്കുന്നത്? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രധാന പരിപാടി ഉണ്ടല്ലോ വൈകുന്നേരം. വൈകുന്നേരം മനസ്സിലായി. എന്തുവാ? ടീ പാർട്ടി. അയ്യോ അതല്ല, അതല്ലേ? കുറെ കൂടെ വൈകുന്നേരം ഒരു ഓ, എന്തുവാ ഞാൻ പറയട്ടെ, അതായത് നിങ്ങൾ അളിയന്മാരെല്ലാം കൂടെ ചേർന്ന് കൊപ്പി പിടിക്കില്ലേ? അതൊക്കെ പിന്നീട് പിന്നെ അത് കുറച്ചുകൂടെ വൈകുന്നേരം. കുറച്ചുകൂടെ വൈകുന്നേരം എന്ന് പറഞ്ഞാല് ബന്ധുക്കളെല്ലാം റൂമിൽ ഉറങ്ങിക്കഴിഞ്ഞ് അതെ 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 നിങ്ങൾ മാത്രം റൂമിൽ കേറി അതെ ലൈറ്റ് ഒക്കെ അണച്ച് ഒരു ചെറിയ ലൈറ്റിന്റെ വെട്ടത്തില് ഈ കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ച് നോക്കി പൈസ മുട്ടായി പൊതി പോലും കൊണ്ടുവന്നില്ല, ഗിഫ്റ്റ് പോലും ചോദിക്കാൻ. അതല്ലേ, ഞാൻ അങ്ങോട്ട് തെളിച്ച് പറയാം. പിന്നെ ഇന്ന് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് ആദ്യ രാത്രിയാണ്. ആദ്യ രാത്രി ആഘോഷിക്കുന്നത്, അതിന് ക്ഷണിക്കാനായിട്ടാണ് ഞാൻ വന്നത്. അതെ അതെ, അതായത് ഞാൻ ഈ ന്യൂ ജനറേഷനിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് അതായതുകൊണ്ട് ഈ ആദ്യ രാത്രി ഒന്ന് ആഘോഷിച്ച് കളയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഈ സഞ്ചയനം, കുളിയടി എന്നേരം കൊച്ചിന്റെ നൂലുകെട്ട് ഇതിനൊക്കെ അല്ലേ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ പിന്നെ ഒരു പുതുമ ആയിക്കോട്ടെ, ന്യൂ ജനറേഷൻ ആണല്ലോ, അപ്പൊ അതിലേക്ക് വേണ്ടിട്ട് ക്ഷണിക്കാനാണ് വന്നത്. അല്ല, ഇന്ന് കൃത്യം രാത്രി 10 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഞങ്ങളുടെ ആദ്യ രാത്രി ആരംഭിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ വരും. അപ്പോൾ എല്ലാവരും ക്ഷണിച്ച് നിങ്ങളുടെ ഈ സാന്നിധ്യം കൊണ്ടായിരിക്കണം എൻ്റെ ആദ്യ രാത്രിയിൽ സായുജ്യമടയേണ്ടത്. അപ്പൊ മോളെ, അമ്മ വന്നിട്ടുണ്ടോ? അമ്മയുടെ പറയണം മാമന്റെ ആദ്യ രാത്രി ആഘോഷിക്കണം, കുടുംബസമേതം വരണമെന്ന് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള കത്ത് ഞാൻ അവളെ കൊടുത്തേക്കാം. അപ്പൊ വരണം, അമ്മയുടെ പറയണം. സാറേ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ന്യൂ ജനറേഷൻ ആ കോലം കണ്ടോ? റേഷൻ മേടിക്കാൻ പോലും ആസ്തി ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് മനസ്സിലാത്തതല്ല, വന്ന് ഓരോ പോക്ക് പോകുന്നതേ. ഇയാൾ ഇങ്ങനെയാണെങ്കിൽ ഇയാളുടെ ആദ്യ രാത്രിയുടെ അവസ്ഥ. ചേടാ, ഈ ആദ്യ രാത്രി എന്ന് പറയുന്നത് ഇത്രയും ആദ്യ പിടിക്കുന്ന രാത്രിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സുഷമ്മേ, അവിടെ തന്നെ നിൽക്കുകയെന്നോ? അടുത്തോട്ട് വന്നാട്ടെ, ഇവിടെ അങ്ങ് ഇരുന്നാട്ടെ. അയ്യോ, ഭയങ്കര നാണക്കാരിയാണെന്ന് തോന്നുന്നല്ലോ. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കാൽവിരൽ കൊണ്ട് നിലത്ത് കളം വരയ്ക്കുന്നു. അയ്യോ, അത് കളം വരച്ചതല്ല, കാലില് വളങ്കടിയാ, വല്ലാത്ത ചൊറിച്ചില്, അതുകൊണ്ട് നിലത്തിട്ട് ഒരച്ചതാ. എന്റെ സുഷു, എന്റെ പുഷു. അല്ല പുഷ്കരേട്ടാ, സത്യം പറ, എന്നെ ചേട്ടന് ശരിക്കും ഇഷ്ടായോ? ഇഷ്ടമായോന്നോ? സുഷുമോൾ എന്തുവാ അങ്ങനെ ചോദിച്ച്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ല, എനിക്ക് തടി ഇത്തിരി കൂടുതലായതുകൊണ്ട് ചോദിച്ചതാ. സത്യമായിട്ട് എന്നെ ഇഷ്ടായ? ഇത്തടിയാ എനിക്കിഷ്ടമായത്. ഇഷ്ടന്ന് വെച്ചാ എത്ര ഇഷ്ടാ? ഒത്തിരി ഇഷ്ടമായി. ഒത്തിരി എന്ന് പറഞ്ഞ? ഒത്തിരി ഒത്തിരി. എത്രയാന്ന് പറ. എണ്ണത്തിൽ ഒതുങ്ങുകയല്ല. എന്നാലും എത്ര ഇഷ്ടമാന്ന് പറ. പറയണോ? ഞാൻ പറയാം. പറ. സുഷു, ഇത് കണ്ടു? എന്റെ എല്ലാമാണ് ഈ മൊബൈൽ ഫോൺ.
ഈ മൊബൈൽ ഫോൺ ഞാനാണെങ്കിൽ ഇതിനകത്തിടുന്ന സിം കാർഡാണ് നീ. എന്റെ പുഷ്കരേട്ടാ. പാവം, ഇവക്കറിയില്ലല്ലോ ഇത് ചൈനയുടെ മൊബൈൽ ഫോണാണെന്നും ഇതിനകത്ത് ഒരേ സമയം 4 സിം കാർഡ് ഇടാമെന്നും. എന്താ ചേട്ടാ ആലോചിക്കുന്നത്? അതെ, അത് പിന്നെ നമ്മളെ ഈ ഹണിമൂണിന് എവിടെ പോകണമെന്ന് ആലോചിച്ചതാ. ഊട്ടിക്ക് പോയാലോ? അയ്യോ, ഊട്ടിക്കോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ഊട്ടിക്ക് പോയിട്ടുള്ളതാ. എന്നാ പിന്നെ കൊടൈക്കനാലാക്കിയാലോ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ കൊടൈക്കനാലിലും പോയിട്ടുള്ളതാ. എന്നാ പിന്നെ കൊടകിന് പോയാലോ? കൊടക്. ഓ, അവിടെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ പോയിട്ടുള്ളതാ. ചേട്ടാ, ഇത് എല്ലായിടത്തും പോയതാണോ? പിന്നെ ഇപ്പൊ എവിടെ പോകും? ഇനി ഒരിടത്ത് മാറിനും കൂടെ പോകാതിരിക്കാനാ എന്നെ പിടിച്ച് ചേട്ടന് കെട്ടിച്ചു തന്നത്. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. നമുക്ക് കിടന്നങ്ങ് ഉറങ്ങിയാലോ? ഒന്നിങ്ങോട്ട് വാ. ഓ, ഒരു ധൃതി ഉള്ളൻ. അല്ല, കള്ളൻ. എന്താ ഇത്ര ധൃതി? അയ്യോ, ധൃതിയായിട്ടല്ല. ഇന്നാളൊരു ദിവസം ടി വിയിലെ ഒരു ആദ്യ രാത്രിയുടെ കോമഡി സ്കിറ്റ് കണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ശല്യപ്പെടുത്തി ആദ്യ രാത്രി തുടങ്ങുമ്പോഴേക്കും കോഴി കൂവും. ആ ഗതികേട് നമുക്കുണ്ടാകരുത്. ശരിയാ. എന്താ ചേട്ടാ? നീ എന്തിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ. നീ എന്തിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ. ചേടാ, സമ്മതിക്കേലല്ലോ. എന്ത് വേണമെന്ന്? ആരാടാ? എന്താടാ എനക്ക് വേണ്ടത്? ഞാൻ വയറ് നോക്കാൻ വന്നതാ. വയറോ? വയറ്. അയ്യോ, ഞാൻ പോലും കാണുന്നതിന് മുമ്പ് എന്റെ ഭാര്യയുടെ വയറ് കാണാൻ വന്നിരിക്കുന്നോടാ നീ ചേറ്റേ. അയ്യോ, ആ വയറല്ല, ടേബിൾ ലാമ്പിന്റെ വയറ് ഷോർട്ടാണെന്ന് പറഞ്ഞ അത് നോക്കാൻ വന്നതാ. അതെന്നോ? സോറി കേട്ടോ, പെട്ടെന്ന് നോക്കിട്ട് പോണം. കോഴി കയറി കൂവിക്കളയും. ഇന്നു രാത്രി ശിവരാത്രി മതനോത്സവ ശിവരാത്രി. കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ. അല്ല, ഞാൻ പുഷ്കരേട്ടാന്നാ ഉദ്ദേശിച്ചത്. സത്യായിട്ടും. വീണ്ടും ഇരി. വയറെ തുടരുത്. എല്ലാം പറഞ്ഞായിരുന്നോ? വല്ലതും പറഞ്ഞായിരുന്നോ? എടാ, വയറെ തുടല്ലേന്ന്, ഷോക്ക് അടിക്കൂന്ന്. ഇതെന്നോ ഷോക്കോ? പുറത്തുനിന്നും ഷോക്ക് അടിക്കുവോ? വെളിയിൽ ആരാണ്ട് വിളിച്ചു പറയുന്നതാന്ന്. നിങ്ങൾ കണ്ടിന്യൂ. ഈ കാർകൂന്തൽ ഇതാണ് എന്നെ നിന്നിലേക്ക് ആകർഷിച്ചത്. വേട്ടാവളിയും കൂട് കൂട്ടിയിട്ടുണ്ട്. അല്ല, ഈ പ്ലഗിലെ വേട്ടാവളിയും കൂട് കൂട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ നീ പണി. ചേട്ടന്റെ ഈ കണ്ണുകളാ എന്നെ ആകർഷിച്ചത്. കുത്തിപ്പൊട്ടിക്കേണ്ടി വരും. എന്താ? അല്ല, ഈ വേട്ടാവളിയുടെ കൂടെ കുത്തിപ്പൊട്ടിച്ചാലേ പോകുള്ളൂ. സുഷു, എന്താ ചേട്ടാ? എന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും സ്ത്രീ നീയായിരിക്കും. ഓ, ഇത് വലിയ ഗുണമൊന്നുമില്ല, മാറ്റേണ്ടി വരും. അല്ല, ഈ പ്ലഗ് അല്ലടാ മാറ്റേണ്ടത്. പിന്നെ നിന്നെ ടോട്ടലായിട്ട് മാറ്റാൻ പോവുക. ഇങ്ങോട്ട് വാടാ. നിന്റെ ഒരു പ്ലഗും പ്ലെയറും വയറും അതെ, മൊത്തം അഴിച്ചിട്ടിരിക്കുക. ബാക്കി പണി ഞാൻ ചെയ്തോളാം. നീ ഇപ്പൊ ഇറങ്ങ്. സുഷു, എന്താ ചേട്ടാ? നീ എന്തിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ. നീ എന്തിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ. ഇനി അവൻ വയറ് കാണാൻ വന്നു. എവനെ ഞാൻ ഞാൻ വരാൻ കുറച്ച് വൈകി. അല്ല, കുറച്ച് നേരത്തെയാ. അമ്മായി നേരത്തെ ഇങ്ങ് വന്നായിരുന്നല്ലോ. ഞാനും അവിടെ കൂടെ വരാൻ ഇറങ്ങിയില്ല. അപ്പോഴാണ് മേജർ രവി വിളിച്ചത്, ഒരു യുദ്ധത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ. അത് കഴിഞ്ഞപ്പോ വൈകി പോയടാവി.
പറയാൻ വന്ന കാര്യം മറന്നു. മെനി മെനി ഹാപ്പി മാരേജ് ലൈഫ്. എന്റെ ചെറിയൊരു പ്രസന്റ്. മാറിപ്പോരാവി. ആദ്യം ഇന്ന ഇതെന്നെ റീത്തോ? ഒന്നും പറയണ്ടാവി. പൂക്കട എല്ലാം അടച്ചുപോയി. പിന്നെ ആ സെമിത്തേരി ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അമ്മാവന് തന്നെ ഉപകരിക്കും. ഇതാണല്ലേ അതിന്റെ പെണ്ണ? അതെ. എങ്ങനെയുണ്ട് അമ്മാവ എന്റെ പെണ്ണ്? കൊള്ളാം, നല്ല പാറ്റൻ ടാങ്ക് പോലെയുണ്ട്. അപ്പൊ ഞാനോ? അതിന്റെ അകത്തിടുന്ന ഉണ്ട പോലെ. അമ്മാവ ഗെറ്റ് റെഡി. പെട്ടെന്ന് റെഡിയാവോ. പോവാ. എങ്ങോട്ട്? ഹണ്ടിങ്ങിന്. ഈ രാത്രിയിലോ? പിന്നെ പകൽ ആരെങ്കിലും ഹണ്ടിങ്ങിന് പോവാടാ. റെഡി പത്മ. കേട്ടോ മോളെ, രാത്രിയായാൽ പിന്നെ ഞാൻ ഇങ്ങനെയാ. നേരെ തോക്കെടുക്കുക, കാട്ടിക്കേടുക, കാടടച്ച് വെടിവെക്കുക. അതാ എന്റെ ഒരു ശീലം. എന്റെ ശീലങ്ങളൊക്കെ മോൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതിനാ. അതെന്നാത്തിനാ? എടാ, ഒരു കുടുംബം ആകുമ്പോ എല്ലാരും എല്ലാ ശീലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കട്ടെ. ഹണ്ടിങ്ങും അല്ല, ഞാൻ ശീലിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അമ്മാവൻ തോക്കുമായിട്ട് ഇറങ്ങിയല്ലയോ? ഇറങ്ങാനോ? എങ്ങോട്ട് ഇറങ്ങാൻ? എടാ, അതിർത്തി കാക്കുന്ന ഓരോ പട്ടാളക്കാരനും ഓരോ ഇന്ത്യക്കാരനോടും പറയുന്ന ഒരു വാചകമുണ്ട്. എന്തുവാ? നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ, ഞങ്ങൾ ഉറങ്ങാതെ കാവലുണ്ടെന്ന. എനിക്ക് നിങ്ങളോടും അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. ഈ അമ്മാവൻ ഇവിടെ കണ്ണും തുറന്ന് കാവലുണ്ടാവും. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ കിടന്നുറങ്ങും? അതെ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നേ. എന്റെ ഭാര്യയുടെ ശബ്ദമല്ലേ അതിർത്തിന്ന് കേൾക്കുന്നത്? അതെ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അതെ അതെ അതെ, അമ്മാവൻ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലേ, അല്ലെങ്കിൽ അവരും കൂടെ ഇങ്ങോട്ട് പോരും. പോണോ? അവളുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് പാകിസ്ഥാൻ അതിർത്തി പോയി നിൽക്കുന്ന. അവന്മാരാകുമ്പോ വെടിവെച്ച് പേടിപ്പിക്കത്തേ ഉള്ളൂ, കൊല്ലത്തില്ല. അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു. ഇതിപ്പോ ചേട്ടൻ പറഞ്ഞ ആ സ്കിറ്റ് പോലെയാവും. എന്താ ചേട്ടാ? നീ എന്തിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ. എന്നെ ആരെങ്കിലും വീഴ്ത്തിയതാണോ? ഞാനിവിടെ ഒന്ന് വീണതാണോ? അല്ല, വീഴ്ത്തിയതാ. മനഃപൂർവം ഞാൻ എന്നെ വീഴ്ത്തിയതാ. ഇവിടെ മുള്ളു മുറുക്കി കൂട്ടി സുഖം ഇവിടെ എന്ന് പറയാള്. ഇപ്പൊ പൊക്കോ, നീയൊക്കെ പോയി രക്ഷപ്പെട്ടോ. നാളെ രാവിലെ എന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചാൽ സൂര്യനെയൊക്കെ പണിതിരിക്കും. കുത്തി കുടൽവാൻ ഞാൻ വെളിയിടും. ഇന്ന് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. കാരണം എൻ്റെ പുന്നാര അളിയനും നവവധുവും അപ്പുറത്തെ മുറിയിൽ സ്വസ്ഥമായിട്ട് ആദ്യ രാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വർഗത്തിൽ ഒരു കട്ടറും പോകാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. ഞാനും ഒരു പ്രശ്നത്തിനുമില്ല. സുഖുവിൻ്റെ മുറിയിൽ ഈ ഉണക്ക മുണ്ട് വിരിച്ച് ഇവിടെ ഇങ്ങനെ അങ്ങ് കിടക്കും. ഇതേതാ ഈ കുരിശ്? അളിയന ബോധമില്ല, നീ അത് മൈൻഡ് ചെയ്യണ്ട. ഇനിയിപ്പോ വെടി വെച്ചാൽ പോലും അവൻ അറിയത്തില്ല. നീ ഇങ്ങോട്ട് ഇവിടെ നീ ഇരിക്കേ. തുടങ്ങിയോ? ഇല്ല, തുടങ്ങരുത്. ഞാനും കൂടെ വന്നിട്ടേ തുടങ്ങാവുള്ളൂ. ഉറക്കത്തില്ല, പിറ്റിമ്പേയും പറയുക. ചേട്ടാ, പാല് കുടിച്ചില്ല. അയ്യോ, ഞാനത് മറന്നു. ഇങ്ങോട്ടെ കുടിക്കരുത്. ഉറക്കത്തിൽ തന്നെയാ. എടാ, നിന്നോടാ പറഞ്ഞ കുടിക്കരുതെന്ന്. സോഡ വെച്ചിട്ടില്ല, കൂമ്പ് വാടിപ്പോവും. പിന്നെ ഞാൻ ഇന്ന് തല്ലിക്കോ എത്ര വേണേലും തല്ലിക്കോ. ഇന്ന് ഞാനൊന്നും ചെയ്യത്തില്ല. എൻ്റെ അളിയനും നവവധു അപ്പുറത്തെ മുറിയിൽ ആദ്യ രാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ആശ്വാസമായി. പക്ഷേ നാളെ നേരം വെളുക്കുമ്പോൾ ഇതിപ്പോ നമ്മളെ രണ്ടുപേരും കൂടെ മൂക്കിൽ വലിച്ചു കയറ്റും. അയ്യോ, നീ രക്ഷപ്പെടും, ഞാൻ കേറി പോവും. ഇവിടെ എന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ. മോൻ വിളിച്ചായിരുന്നോ? ഇല്ല. അപ്പൊ പിന്നെ മോളായിരിക്കും. ഏയ്, ഞാൻ വിളിച്ചില്ല. ആരോ എന്നെ വിളിച്ചായിരുന്നു. കാലനായിരിക്കും. പറഞ്ഞേ? അല്ല, അപ്പാപ്പന്റെ കാലിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതാ. കാലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മക്കളെ, ആ പഴയ ഉപദ്രവം ഇപ്പോഴും ഉണ്ട്. അതെ അതെ,
ആ പഴയ ഉപദ്രവം ഇപ്പോഴും ഉണ്ട്. എന്താ അപ്പാപ്പന്റെ കാലൊന്ന് എനിക്ക് എന്താ കാലാന്ന് അപ്പാപ്പന്റെ വലത് കാലാ തിരുമേണ്ടെന്ന് ഓരൻ വലത് കാല കുഞ്ഞ്. ചൊടിക്കലാവന്റെ കാലേ ഉറക്കത്തിലാ. എന്താ ക്ഷയാണോ? അല്ല, സുഹൃതക്ഷയം. അതെ അതെ, സുഹൃതക്ഷയം. ക്ഷയം നേരത്തെ ഉണ്ടായിരുന്നു. സുഹൃതം ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങ് ചേർത്തതാ. അതെ അപ്പാപ്പ, ഒന്ന് ഉറങ്ങണം. നീ അപ്പുറത്ത് പോയി മൂടി പൊതച്ചു കിടന്നുറങ്ങിക്കോ. കാല് കുഞ്ഞു തിരുമിക്കോളും. ചേട്ടോ എന്റെ അപ്പാപ്പ, ഇത് ഞങ്ങളുടെ ആദ്യ രാത്രിയാണെന്ന്. അതന്നെ, ഇതിനു മുമ്പ് നിനക്ക് രാത്രി ഒന്നും ഇല്ലായിരുന്നു. ഓ എന്റെ അപ്പാപ്പ, അപ്പാപ്പനും ഉണ്ടായിരുന്നില്ല ആദ്യ രാത്രി. അതാടാ മോനെ എന്റെ വിഷമം. എന്റെ ജീവിതത്തില് ഇതുവരെ ആദ്യ രാത്രി ഉണ്ടായിട്ടില്ല. ആദ്യ രാത്രി ഉണ്ടായിട്ടില്ലെന്നോ? പിന്നെ എങ്ങനെയാ 11 മക്കളുണ്ടായത്? അതൊരു കഥയാ കേട്ടോ മോളെ. മോളിത് കേൾക്കണം. എന്റെ വീടിനടുത്ത് ഒരു കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു. വെളുപ്പിന് ഒരു 5 മണിയാവുമ്പോ എന്നും ഒരു സൈറനടിക്കും. ഇത് കേട്ടാ ഞാനും എൻ്റെ ഭാര്യ ഞെട്ടി വിളിക്കും. പിന്നെ കിടന്ന ഉറക്കം വരത്തില്ല. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും അങ്ങനെ അങ്ങ് കിടക്കും. അങ്ങനെ കിടന്ന് 11 മക്കളുണ്ടായി. എന്നിട്ടെന്താ ഈ 11 നിർത്തിയത്? 12 ആക്കായിരുന്നു. ഒരു ഡസൻ തികഞ്ഞേനെ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കുഞ്ഞെ. അപ്പോഴേക്കും ആ കശുവണ്ടി ഫാക്ടറി പൂട്ടി. എനിക്ക് മതിയായിടാ, എനിക്ക് മതിയായി. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ പോവാ. ഞാൻ പറയുന്നേക്കാം, നേരം വെളുത്തിട്ട് പോകാം. ഇല്ല, ഞാൻ ഈ നിമിഷം ഇവിടുന്ന് പോകും. ഇടി ഞാൻ പറയുന്നേക്കാം, രാവിലെ പോകാം. അമ്മായി പറയുന്ന കേട്ടു, ഇഡലി സാമ്പാർ കൊടുത്ത് അത് കഴിച്ചിട്ട് പോകാം. നിങ്ങളുടെ ഇഡലി സാമ്പാർ നിങ്ങൾ വരുന്നുണ്ടോ എന്റെ കൂടെ? എന്തുവാ പ്രശ്നം? പ്രശ്നം എന്താണെന്നോ ഞാൻ പറയട്ടെ. പറയരുത്. ഞാൻ പറയും. പറയരുത്. ഞാൻ പറയുമെന്ന് പറഞ്ഞില്ലേ? എന്നാ പറ. ഓ എന്റെ പുഷ്കരാ, എന്റെ കഷ്ടകാലത്തിന് ഞാൻ നിന്റെ ചേച്ചിയോടൊന്ന് ചോദിച്ചു പോയി, ഈ ചീക്കപ്പോത്തിനെ പോലെ ഇരിക്കുന്ന പൊണ്ണത്തടിച്ചിയെ നമ്മുടെ കുടുംബത്തിലേക്ക് വേണമായിരുന്നോ എന്ന്. ഈ വിക്കും വെച്ച് പൊക്കം കുറഞ്ഞ ഈ മുതുകലെ കെട്ടാനേ പിന്നെ ഐശ്വറായി വരും. നീ എന്തുവാ പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ ഇയാളെ പറഞ്ഞിട്ട് എന്താ കാര്യം? കുടുംബം മൊത്തം കണക്കാ. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന ഈ കിളവന് പെണ്ണുങ്ങൾ കാല് തിരുമ്മിയാലേ വേദന മാറും. പിന്നെ അളിനാന്നും പറഞ്ഞ് വെളിവില്ലാതെ കിടക്കുന്ന വേറൊരുത്തൻ നിൽക്കുന്ന ഒരുത്തൻ തോക്കും പിടിച്ചു. കേണലാണത്ര കേണല് പെങ്കോന്തേ. എന്ത് പറഞ്ഞിട്ട് എന്റെ ഭർത്താവിനെ കുറച്ചു? എന്റെ ചെറിയൊരു പ്ലെയർ എടുക്കാൻ മറന്നുപോയി, അത് എടുക്കാൻ വന്നതാ. കണ്ടിന്യൂ. എല്ലാരും മര്യാദയ്ക്ക് വെക്കോ, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വെടിവെച്ചിട്ടിട്ട് ഞാൻ ഇവളും വെടിവെച്ച് മരിക്കും. അല്ല പിന്നെ എന്നോടാണോ കളി? എല്ലാരും ഓടി വരണേ, ഓടി വരണേ. അയ്യോ എന്താ എന്ത് പറ്റി? എന്റെ പൊന്നെ, അമ്മാവൻ ഒരു അനക്കവും ഇല്ലേ? അയ്യോ എന്റെ പൊന്നെ, എന്നെ ഇട്ടേച്ച് പോയോ? എഴുന്നേക്ക്, എഴുന്നേക്കാൻ. അയ്യോ എഴുന്നേക്ക്. ഞാനിത് എവിടെയാ? കല്യാണ വീട്ടില്. അതെ, ഈ വെടിവെച്ച കേട്ടപ്പോ അമ്മാവൻ എന്തിനാ ബോധം കെട്ടി വീണത്? അതെ, അതും പട്ടാളക്കാരനായ നിങ്ങൾ എന്തിനാ ബോധം കെട്ടി വീണത്? അതോ 10-35 കൊല്ലത്തെ പട്ടാള ജീവിതത്തിനിടയില് ആദ്യമായിട്ടാ ഈ തോക്കിയിൽ ഞാനൊരു വെടി ശബ്ദം കേൾക്കുന്നത്. ഇനി ധൈര്യമായിട്ട് അതിർത്തി പോയി നിൽക്കാം. വന്ദേ മാതരം. ആണ്ടേ കോഴി കൂവി. ഈ ആദ്യ രാത്രി ഇതല്ല, ഇതിനപ്പുറമേ സംഭവിക്കുള്ളൂ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാര്യം ആ ന്യൂ ജനറേഷൻ്റെ ഒരു പോക്ക് അങ്ങനെയാണ്. എന്തായാലും കിരൺ, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷം. വന്നു,
അതിലുപരി എനിക്ക് തോന്നുന്നത് കിരൺ ആദ്യമായിട്ട് ഒരു സ്കിറ്റിൽ പങ്കെടുക്കുന്നു അല്ലേ? സത്യം. എന്തായാലും അത് വളരെ മനോഹരമായിരുന്നു. മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ, ഉറുദു, അങ്ങനെ മനുഷ്യന് മനസ്സിലാവാത്ത എല്ലാ ഭാഷകളിലും അഭിനയിച്ച് താങ്ക് യു കേട്ടോ. ഇക്കും എല്ലാവിധ ആശംസകളും 25 വർഷം ആഘോഷിക്കുന്ന നിലയിൽ താങ്ക് യു. പിന്നെ പോരുത്, ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ് നൽകുന്ന ഒരു അതിമനോഹരമായ ഗിഫ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം കിരൺ ചേട്ടൻ്റെ കൂടെയുള്ള ഒരു മനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. സോ ഇഫ് യു വോണ്ട് ടു ലവ് വാച്ച് വിസ്മയ അപ്ലയൻസസ് 25 കോട്ടയം നസീർ സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.